jokes. Jokes on this podcast is only jokes. Don't get offended. Mutual funds or market risk. അതാണ് വയ്ക്കാൻ കഥ. ഹായ്, നമസ്കാരം, വണക്കം. പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം എന്ന് പറയും, നീ റോഡ് എന്ന് പറയും, എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ് ഓൺ റോഡ്. പുതിയൊരു യൂട്യൂബ് ചാനലാണ്, പോഡ്കാസ്റ്റ് ചാനലാണ്. നമ്മൾ ക്രിക്കറ്റിനെ പറ്റിയായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. ബാക്കി കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് 3-4 എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്തു. അവസാനത്ത് വേണ്ടെന്ന് വെച്ചാൽ കാരണം കണ്ടൻറ് ഇല്ല ഇതിനകത്ത്. 1.5 മണിക്കൂർ വീഡിയോ ഉണ്ടെങ്കിലും 2-3 മിനിറ്റ് കണ്ടൻറ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. സോ നമ്മൾ വീണ്ടും പുതിയ തുടങ്ങുന്നു പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സ്. നമുക്കിനി ആദ്യത്തെ ചർച്ച BGT 22-ാം തീയതിയാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ന്യൂസിലൻഡുമായിട്ട് ഗംഭീര കളിയായിരുന്നു ഇന്ത്യ നടത്തിയിരുന്നത്. അതെ, 3-0. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വൈറ്റ് വാഷിംഗ് ആയിട്ടില്ല. അത് ഇന്ത്യയിൽ ഇന്ത്യ പോയിട്ട് തോറ്റിട്ട് വരും. അതെ, ഇന്ത്യ തുണി പോലും ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തിട്ടില്ല. ആംബുലൻസ് ബസ് വിജയ് നോക്കിയിരുന്ന നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. BGTയിൽ ഇന്ത്യ എങ്ങനെ പെർഫോം ചെയ്യാം. ഇന്ത്യക്ക് ഫൈനൽ കയറണമെങ്കിൽ 4-0 അല്ലെങ്കിൽ 4-1. തോക്കരുത്, ജയിക്കണം. അതെ, ജയിക്കണം, തോക്കരുത്, അല്ലെങ്കിൽ ജയിക്കണം. സമനില പോലും പറ്റത്തില്ല. ഇല്ല, ജയം മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ടീമറാണ്. ഇന്ത്യൻ ടീം കഴിഞ്ഞ ദിവസം പ്രാക്ടീസിന് ഇറങ്ങിയിരുന്നു. കോഹ്ലി, ഗില്ല്, രാഹുൽ, സർഫറാസ് 4 പേർക്ക് പരിക്കാണ്. രോഹിത് ഫസ്റ്റ് ടെസ്റ്റ് ഇല്ല. രോഹിത്തില്ല. പോരാത്തതിന് KL കളിക്കും. 2 ദിവസമായി എൽബോയിലാണ് കിട്ടിയത്. അതെ, കളിക്കാൻ സാധ്യതയുണ്ട്. ഗില്ല് ഫസ്റ്റ് ടെസ്റ്റ് കളിക്കൂല. ഷമി ഫസ്റ്റ് ടെസ്റ്റിലൊന്നും വരില്ല. നടക്കാൻ വരിക. അതിനാണ് 3-ാമത്തെ വരെ സാധ്യത കുറവാണ്. അപ്പോൾ തേർഡ് ടെസ്റ്റിലെ സാധ്യതയുള്ളൂ. പിന്നെ അവിടെ നമ്മുടെ മറ്റേ ഇത് നടന്നായിരുന്നില്ല, അൺഒഫീഷ്യൽ A-team മാച്ച്. അതിൽ ജൂറൽ കിട്ടില്ല. ധ്രുവ് ജൂറലിന് സാധ്യതയുണ്ട്. KL പരിക്കാണ്. ജൂറൽ വരെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പണർ ആരായിരിക്കും? രാഹുലില്ല, ഞാൻ സോറി KL രാഹുലില്ല, ഗില്ലില്ല, രോഹിത്തില്ല. കൊയിലി ഉണ്ടല്ലോ എന്ന് പറയായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയത് രോഹിത് ഇല്ലെന്നും ഗില്ലില്ല എന്നുമാണ്. അപ്പോൾ നമുക്ക് അത് വെച്ച് നമുക്ക് ബാക്കി ടീം റെഡിയാക്കാം. അപ്പോൾ ടീമിൽ ഫുൾ സ്കോഡ് ആരൊക്കെ ഉണ്ട്? ഒരു മിനിറ്റ്. എടുത്ത് പറയേണ്ട ഓപ്പണർ അഭിമന്യു ഈശ്വരൻ. ഓക്കെ, ഫുൾ സ്കോഡ് ഇതാണ്. ഫുൾ സ്കോഡ് ഇവിടെ പറഞ്ഞു. ഇവിടെയാണ് ഫുൾ സ്കോഡ് വരുന്നത്. പേപ്പർ ഫുൾ സ്കോഡ് ഇതാണ്. ഫുൾ സ്കോഡ് ഇതൊക്കെ വരുമായിരിക്കും. ഫസ്റ്റ് എഡിറ്റാണ്, നമ്മളാണ് എഡിറ്റ് ചെയ്യുന്നത്. കണ്ടറിയാം. രോഹിത് ഇല്ല, അഭിമന്യു ഈശ്വരനുണ്ട്. ജയ്സ്വാൾ നല്ല ഫോമിലാണ് നിൽക്കുന്നത്. ജയ്സ്വാൾ അഭിമന്യു ഈശ്വരൻ നല്ല ഫോമിലാണ്. പക്ഷേ അവിടെ പോയി കളിച്ചപ്പം 2 ടെസ്റ്റും കൂടി 2 ഇന്നിങ്സും കൂടി 2 അക്കർ എടുത്തു. 2 അക്കർ എടുത്തായിരുന്നു. പിന്നെ ജയ്സ്വാളുണ്ട്. ജയ്സ്വാളിന് പിന്നെ അൺഒഫീഷ്യലി അവിടെ കളിച്ചപ്പോൾ ഇന്ത്യയായിട്ട് കളിച്ചപ്പോൾ ജയ്സ്വാൾ ഒരു അമ്പ കളിച്ചു. ജയ്സ്വാളിൻ്റെ കാര്യം പറയണ്ട. കാരണം കഴിഞ്ഞ ന്യൂസിലാൻഡിലൂടെ നന്നായിട്ട് കളിച്ചൊരു പ്ലെയറാണ് ജയ്സ്വാൾ. കുറച്ച് ബാറ്റ്സ്മാൻമാർ. ധ്രുവ് ജൂറൽ ഓൺ ഫോമാണ്. നല്ല സാധ്യതയുണ്ട്. സർഫറാസ് ഖാൻ പരിക്കാണെന്ന് പറയുന്നു. അതെ, സർഫറാസ് ഖാൻ പരിക്കാണ്. ചിലപ്പോൾ കളിക്കാം. പക്ഷേ ഈ പൊസിഷനിൽ വരേണ്ടതാണ് പുജാര. അത് ഗില്ലിൻ്റെ പുജാരമാണ്. ഇല്ല, ഫോമിലാണോ? നല്ല ഫോമിലാണ് പുള്ളിക്കാർ. ഇന്ന് അവർ ഇങ്ങനെ രഹാനെ ഫോമിലെടുത്തോണ്ട് എടുക്കത്തുള്ളൂ. പുജാര ഫോമിലായതുകൊണ്ട് എടുക്കത്തുള്ളൂ. ഓക്കെ. പിന്നെ കോഹ്ലി അവിടെ നമ്പാം. കാരണം കോഹ്ലിയുടെ ഒരു ഹോം ഗ്രൗണ്ട് തന്നെയാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് അതെ. പക്ഷേ അവൻ ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിൽ അവിടെ ചുമ്മാ കളിച്ചപ്പോൾ നെഞ്ചത്തെ ബോളും ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അതിനും ഔട്ടായ രീതി ഓർത്തില്ലേ? സ്വാഭാവികം. ഔട്ട്സൈഡ് ഓഫ് സ്റ്റെപ്പ് അടിച്ചു കൊടുത്തു. സെക്കൻഡ് സ്ലിപ്പ് ക്യാച്ച് ഉണ്ട്. അത്ഭുതം ഇല്ലല്ലോ, സ്ഥിര അവസ്ഥ. പിന്നെ ബൗൺസ് ഭയങ്കര ബൗൺസാണെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയാണ് ഇത്ര പേർക്ക് പരിക്ക് വന്നത്. പെർത്തിലെ പിച്ച് അതാണ്. ബൗൺസ് പണിയാണ്. പിന്നെ നമുക്ക്
പിന്നെ എറിവുള്ളതിനായിട്ട് അശ്വിനുണ്ട്, പുജാരിയില്ല. ഉജാരയില്ല, പിന്നെ നമ്മുടെ വിഹാരി പക്ഷേ കൊള്ളാൻ കെൽപ്പുള്ള ഒരാളുണ്ട്, വാഷിംഗ്ടൺ സുന്ദർ ഇന്ന് കൊണ്ടുപോകും. പക്ഷേ ആരോഗ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ആളാണ്. എത്ര അടി കൊണ്ടാലും പോവില്ല. ഞാൻ കുറെ ഒരു 3-4 ടെസ്റ്റ് പുള്ളിക്കാരൻ്റെ കണ്ടിട്ടുണ്ട്. ഇന്നേ ഒരു ഔട്ടാണ് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കളി ഔട്ടാണ്. ഒരു കളി ഞാൻ കണ്ടില്ല, ആ കളി ഔട്ടാവുകയും ചെയ്തു. സന്തോഷമുണ്ട്. അതെ ഗാബ. അതെ, ഞാൻ ആ ഒരു കുറച്ച് പോർഷൻ ഞാൻ മിസ്സാക്കിയുള്ളൂ. കൃത്യമായിട്ട് പിന്നെ പന്തുണ്ട്. അതെ, പന്തൊക്കെ സ്ഥിരം ഉണ്ടാവും. അതെ അതെ, പശയിലെ ക്യാപ്പ് പോലെ എല്ലായിടത്തും കാണും. പിന്നെ രാഹുൽ ഓക്കെ, ആ പരിക്കാലും ഇഴഞ്ഞൊന്ന് കളിപ്പിച്ചു കൊടുക്കും. IPL കളിക്കേണ്ട കളി കളിച്ചാൽ മതി. അത് മതി, അങ്ങനെയെങ്കിലും കോൺട്രവേഴ്സി അല്ല വെറുതെ പറഞ്ഞത്. പിന്നെ ഗില്ലി കളിയൂല. നമ്മളോട് താഴെ ജോക്സ് Jokes on this podcast is only jokes. Don't get offended. മ്യൂച്വൽ ഫണ്ട്സ് അതൊക്കെ വയ്ക്കാൻ കേട്ടോ. ഓക്കെ, പിന്നെ ഓൾറൗണ്ടേഴ്സ് അശ്വിനുണ്ട്, ജഡേജയുണ്ട്. ഈ രണ്ടിൽ ജഡേജയ്ക്കാണ് പ്രിഫറൻസ് കൂടുതൽ. ഫീൽഡിംഗ് ഉണ്ടല്ലോ. ടേൺ അധികം പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു. പക്ഷെ അശ്വിനായതുകൊണ്ട് ഏത് പിച്ചിലും ടേൺ ചെയ്യും. ഇത് ബാറ്റിംഗ് ചെയ്യില്ല. പക്ഷെ ഫീൽഡിംഗ് ആണ് അതിലെ പ്രശ്നം. നടന്നു പോകുമ്പോഴത്തേക്കും. പിന്നെ ഉള്ളത് നിതീഷ് കുമാർ റെഡ്ഡി, ന്യൂ കോൾ, മെയ്ഡൻ കോൾ. അതെ, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കോളാണത്. കാരണം ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ. മാത്രമല്ല അവിടെ പ്രാക്ടീസ് ചെയ്ത സമയത്ത് കോഹ്ലി ഔട്ടാക്കി. പിന്നെ 2 വിക്കറ്റൊക്കെ എടുത്തു. പ്രത്യേകിച്ച് അതിനെ ഫോളോ ചെയ്തില്ല. പന്തിനെ ഔട്ടാക്കി, ബൗൾഡ്. എന്നിട്ട് ബോൾഡാക്കുന്നത് എന്താണ്? പിന്നെ വാഷിംഗ്ടൺ സുന്ദർ ഒന്നും പറയാനില്ല, അവിടെ കളിക്കുമെന്നുള്ള അതെ, വിശ്വാസം. അത് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റിലെ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ. ഒന്നും പറയില്ല. ഓസ്ട്രേലിയ അവന് ഹോം മാച്ച് പോയത്. അങ്ങനെയല്ലേ, എവിടെ ചെന്നാലും ഒരേപോലെ തന്നെ. അല്ല, ഓവർസീസ് ആകുമ്പോൾ പ്രത്യേകം. ഓവർസീസ് ആണ് ശരിക്കും അവൻ്റെ ഹോം മാച്ച്. പിന്നെ സിറാജ് കാണും, എറിഞ്ഞിടാനൊക്കെ. സിറാജുണ്ട്, ആകാശ് ദീപുണ്ട്, ഹർഷിത് റാനയും കൂടി. പ്രസീദ് കൃഷ്ണ. എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ പ്രസീദ് കൃഷ്ണയ്ക്കായിരിക്കും മുൻതൂക്കം കൂടുതൽ. ഹൈറ്റ്, സ്പീഡും വേണം, എറിഞ്ഞിടാവുള്ളത് എല്ലാത്തിനും. എറിഞ്ഞിട്ടു. സ്വാഭാവികമായിട്ടും ആ എറിഞ്ഞിടലില്ല, തലക്ക് എറിഞ്ഞിരുന്നു മതിയൊക്കെ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പിന്നെ പ്ലേസിൽ എറിഞ്ഞിട്ടു. അതെ, സ്വാഭാവികം. അത് ഫാൻ തിയറി വെച്ച് ഉമേഷ് ചേട്ടനാണ് വരുന്നത്. അതെ അത് എൻ്റെ ഫേവറേറ്റ്. അതെ, നമ്മളെല്ലാവരും ഒരുപോലെ പറയുന്നത് ഉമേഷ് ചേട്ടൻ, ഉമേഷ് യാദവ് പാവങ്ങളുടെ പാവങ്ങളുടെ പാവങ്ങൾ. സഞ്ജുവിന് ഇതുപോലെ ആയിരുന്നില്ല. 2 സെഞ്ചുറി എടുത്തപ്പം ഹിറ്റ്മാൻ എന്ന് പറഞ്ഞ് 2 ഡക്കായി. പിന്നെ മിണ്ടായിരുന്ന സെഞ്ചുറി അടിച്ചു. അടുത്ത സെഞ്ചുറി അടിച്ച് ചില അടുത്ത വർഷം വരെ കാത്തിരിക്കാൻ ഒരു ന്യൂസ് കാണുന്നുണ്ട്. അതെ, ഇനി ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ അച്ഛൻ വരും, കമന്റ് പറയരുത്. ഒന്ന് പറയും ധോണി, സച്ചിൻ ഇവരൊക്കെയാണ്. സാർ സച്ചിൻ്റെ ധോണിയുടെ കളിച്ചിട്ടില്ല. സാരമില്ല, കുഴപ്പമില്ല. ദ്രാവിഡ വരെ പോകും, എന്താ ചെയ്യാൻ. ശാസ്ത്രി അതാണ് സഞ്ജു വന്നപ്പോൾ കോച്ച് ശാസ്ത്രിയായിരുന്നു. എനിക്കിതൊന്നും അല്ല കഴിക്കും. എനിക്ക് സുനിൽ ഗവാസ്കറിന്റെ അവസ്ഥയാണ് എനിക്ക് ആലോചിക്കട്ടെ. പുള്ളി ഒന്ന് ഡൗൺ ആയി, പുള്ളിയെ വീണ്ടും ഹാപ്പി ആക്കി 2 ഡക്ക് വന്നത്. എന്തൊക്കെ ബഹളമായിരുന്നു, ഇപ്പൊ കാണാൻ പോലും ഇല്ല. ഇവിടെ പോയാൽ പോസിബിൾ ഇല്ല, പ്രോബിൾ ഇല്ല. ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിലോട്ട് പോകും. എന്തായിരിക്കും ഓസ്ട്രേലിയ ഒരു സ്കോഡ് വേണം. വന്നില്ല, വരേണ്ടതാണല്ലോ. ഇവിടെ 2 ദിവസം കഴിഞ്ഞ കളിയല്ലേ. വന്ന് കാണും, നമ്മളറിയാത്തത് നമ്മൾ നോക്കാത്തത്. ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് ടെസ്റ്റിന്റെ സ്കോർ കാണറുണ്ടോ? ശരിയാണല്ലോ, വരും. സോറി, വാർണർ വരും ഡിസംബറിൽ. നമുക്ക് സ്റ്റാർട്ടിങ് നോക്കാം. അലക്സ് കാരി കീപ്പർ കളിക്കുമായിരിക്കും. ട്രാവൽസ് ആയിട്ട് എന്തായാലും കാണും. ഓപ്പണർ ട്രാവൽസ് ആയിട്ട് മിങ്സ് കാണും. ജോഷ് ഇംഗ്ലീഷ് സബായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. കാണും. കവാജയും മറ്റേ ഇങ്ങനെ ആയിരിക്കും ഓപ്പണർ. ആര് നമ്മുടെ ഓപ്പണിംഗ് എല്ലാം ടൂ ഡൗൺ വല്ലതായിരിക്കും. ട്രാവിസും ജോഷ് ഇംഗ്ലീഷിന് ഇറക്കും, അല്ലെങ്കിൽ ഉമർ ഉസ്മാൻ. ഇവരുണ്ട്, ഹെഡും കവാജയായിരിക്കും ഓപ്പണർ. 1 ഡൗൺ ആയിട്ട് ലബുഷൈന് സ്മിത്തിന് ശേഷം മുമ്പ് ഒരാൾ ഇറങ്ങും. 2 ഡൗൺ, സ്മിത്ത് 2 ഡൗണിലായിരിക്കും. അതിൽ 4 അപ്പോൾ 3 മിക്കവാറും ചിലപ്പോൾ ഇംഗ്ലീഷ് കാണും. ജോഷ് ഇംഗ്ലീഷിനെ കളിപ്പിച്ച 1, 2, 3, ജോഷ് ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ അല്ലേ. 6, 8, 9, 10, 11, 12 ലിസ്റ്റ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് ജോഷ് ഇംഗ്ലീഷ് എന്തായാലും കീപ്പിംഗ് ആണ്. അപ്പോൾ ജോഷ് ഇംഗ്ലീഷ് 1 ഡൗൺ ആയിരിക്കാം. 2 ഡൗൺ സ്മിത്ത്, അതിനുശേഷം ലബുഷൈൻ. 5 ബോളേഴ്സാണ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ അതിൽ ഒരാൾ കളിക്കാൻ ചാൻസ്. ലബുഷൈൻ കഴിഞ്ഞ് പിന്നെ ഓൾറൗണ്ടർ വരുന്നത് നമ്മുടെ ഓൾറൗണ്ടേഴ്സ് മിച്ചൽ മാർഷ് എന്തായാലും കാണും. നമ്മളെ കീപ്പർ വരെ
ഇംഗ്ലീഷ്. നതൻ മക്സ്വീനി പുള്ളി മറ്റേ അൺഒഫീഷ്യൽ ടെസ്റ്റിൽ കളിച്ചല്ലോ. കളിച്ചു. പക്ഷേ മിച്ചൽ മാർഷ് പിന്നെ പാറ്റ് കമിൻസ് ലയണിന് സാധ്യത ലയണുണ്ട്. നതൻ ലയൺ കാണും. സ്റ്റാർക്ക് അത് ഒഴിച്ചു കൂടാ. അപ്പോൾ എത്ര സ്കോട്ട് ബോളണ്ടിന് കളിക്കണം. അല്ലേ നീ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ആരൊക്കെയാണ് പറഞ്ഞത്? പറഞ്ഞു നമ്മൾ പറഞ്ഞ ഫസ്റ്റ് നമ്മുടെ ട്രാവിസ് ഹെഡ് കവാജ ഇംഗ്ലീഷ് സ്മിത്ത് ലെബുഷൈന് മാർഷ് പാറ്റ് കമിൻസ് സ്റ്റാർക്ക് ഹേസൽവുഡ് നതൻ ലിയോ നേതൻ ലയൺ ഒരാളും കൂടെ ഒന്നുകിൽ നതൻ മക്സ്വീനി അല്ലെങ്കിൽ ജോഷ് ഇംഗ്ലീഷ്. ഇപ്പോൾ അവർക്ക് എത്ര ബോളറായി? ബോളർമാരുള്ളൂ. 4 ബോളർമാരായില്ലേ അവർക്ക്? 5 ബോളറിന് എടുത്തത്. ഇല്ല, ബോളിന് എടുത്തില്ല. അപ്പം ബോളറിനാണ് വിളിക്കും. അപ്പം ബാക്കി എല്ലാവരും ആയി. നതൻ മക്സ്വീനി ടീമിൽ കളിക്കും. 5 ചിലപ്പോൾ ഒരു ഓൾറൗണ്ടറിന് എനിക്ക് സാധ്യത കൂടും. മക്സിന് ഓൾറൗണ്ടർ അല്ലേ? 3 6 8 8 5 13 വരും. അപ്പോൾ 2 പേര് വരില്ല. ഈ മക്സ്വീനിയും ബോളന്റിനെയും പറഞ്ഞില്ല. ബാക്കി എല്ലാവരും 11 വരും. ഇതിൽ ചിലപ്പോൾ മക്സിനി ഓൾറൗണ്ടർ അല്ലേ? മക്സിനി കയറാൻ സാധ്യതയുണ്ട്. ഓഫ് ബ്രേക്കറാണ്. അപ്പോൾ പറഞ്ഞിട്ട് പുറത്താണ് പറയാൻ പറ്റില്ല. വരില്ല. പക്ഷെ അവിടെ ഇതറിഞ്ഞൂടെ, നമ്മളിങ്ങനെ പറയുന്നുള്ളൂ. സ്മിത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഔട്ട് ഓഫ് ഫോം എന്താ പറയാനുള്ളത്? സ്മിത്ത് കളിക്ക് ഇന്ത്യക്കെതിരെയാണ്. എങ്ങനെയാണ് ഇന്ത്യയെ കാണുമ്പോൾ സെഞ്ചുറി അടിക്കാൻ മോഹം കൂടി. അത് ഇന്ത്യ വെച്ചാണെങ്കിൽ കേട്ടോ. ഓസ്ട്രേലിയയിൽ പറഞ്ഞ കാര്യമില്ല. ട്രാവിസ് ഹെഡ് 2020 പോലെ എത്ര പേടിക്കണ്ട. പക്ഷെ ഇന്ത്യ ആയതുകൊണ്ട് പേടിക്കാതെ. പിന്നെ ഉള്ളത് ഇന്ത്യയുടെ മാർണസ് ലബുഷൈനുണ്ട്. നമുക്ക് അശ്വിനെ വെച്ച് പിടിക്കാൻ ആവറേജ് 40 വെച്ച് മിനിമം എടുക്കണം. അതിപ്പോൾ എടുക്കാൻ സാധ്യത കുറവ്. ഒരു ആവറേജ് 40 അതിപ്പോൾ നോക്കണ്ട. സ്മിത്താണ് ഒരു 60 ഒരു ആവറേജ് എടുക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. നമ്മൾ ഫസ്റ്റ് ടെസ്റ്റിൻ്റെ കാര്യം അതെ, നമ്മളെല്ലാം ഞായറാഴ്ച വരുന്നതായിരിക്കും ഗൈസ്. അടുത്ത ഞായറാഴ്ച ഓപ്ഷനാണ്. ഓപ്ഷൻ ഇതും കൂടി നമ്മുടെ ഓപ്ഷൻ കുത്തി കയറ്റും. കാരണം ആകപ്പാട് 5 മിനിറ്റേ ഉള്ളൂ നമ്മൾ പോഡ്കാസ്റ്റ് ഉണ്ട്. അതെ, കുത്തി കയറ്റും നമ്മൾ. അപ്പോൾ ഇതായിരിക്കും 11. ഇതായിരിക്കും നമ്മൾ പൂർവ്വ 11 ഇവിടെ കാണും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ അവിടെ നമ്മൾ മാത്രം കിട്ടും. നമ്മൾ 3 പേരും കൂടെ. അല്ല, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ തന്നെ അംഗീകരിച്ചു. പിന്നെ ഇത് വയ്ക്കായിരുന്നു ഹാമർ അംഗീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇന്ത്യൻ ടീമിലോട്ട് വരാം. 1 മിനിറ്റ് റെക്കോർഡ് അവിടെ ഇത് വേണമെങ്കിൽ വെച്ചോ കേട്ടോ. 1 മിനിറ്റ് റെക്കോർഡ്. ഓക്കെ, ഇന്ത്യയുടെ 11 ഫസ്റ്റ് ജയ്സ്വാൾ. ജയ്സ്വാളിനെ പിടിച്ചെടുത്താണ്. ജയ്സ്വാളിന്റെ പടം വരും. ജയ്സ്വാളിൻ്റെ കൂടെ ജയ്സ്വാളിന്റെ കൂടെ നമുക്ക് സ്ഥിരം വരുന്ന ആൾക്കാർ ഇറക്കാം. ജയ്സ്വാൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ദേവദത്ത് പടിക്കലിനെ ടീമിലോട്ട് ആഡ് ചെയ്യുമെന്നൊരു പറയുന്നൊരു ഇത് കേൾക്കും. രാഹുലിന് പരിക്കാണെന്ന്. രാഹുലിന്റെ പരിക്ക് കാരണം ദേവദത്ത് പടിക്കൽ 90 ഒക്കെ അടിച്ചാണ് അൺഒഫീഷ്യലി. ദേവദത്തിന് സാധ്യതയുണ്ട്, നല്ല കളിക്കാരന്. പക്ഷെ അന്ന് ഇന്ത്യ ഇടപെടലിൽ ആദ്യത്തെ 4 വിക്കറ്റ് വീണപ്പം ജുറല് പടിക്കലാണ് കളിച്ച് കയറ്റി വെച്ചത്. അല്ല, ഓസ്ട്രേലിയയുടെ അത് അവിടുത്തെ കാര്യമല്ല, നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞത്. അൺഒഫീഷ്യൽ അത് ഇന്ത്യ ഇംഗ്ലണ്ട്. അത് കഴിഞ്ഞു. പണ്ട് ഒരു മാർച്ച് ഫെബ്രുവരി. പിന്നെ നിതീഷ് കുമാറിന് ചാൻസ് കൂടുതലാണോ കുറവാണെന്നില്ല. പിന്നെ ഒരു ബോളിംഗ് ഓൾറൗണ്ടർ വിജയില്ലേ ദേവരെ കട്ട് ഇല്ല പൊങ്കുവാ അവിടെ നിന്ന് വേണം വരാൻ. ഇത് ഹർഷത് റാന ചാൻസ് കുറവായിരിക്കും. ഇവർ രണ്ടുപേരും കളിച്ചില്ലെങ്കിൽ, രണ്ടുപേരും ഇറക്കിയില്ലെങ്കിൽ ചിലപ്പം നിതീഷ് കുമാർ നമുക്ക് എന്തായാലും സ്കോഡ് ഒന്നേ ഫസ്റ്റ് കൂടെ അഭിമന്യു ഈശ്വരനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് അഭിമന്യു ഈശ്വരനെ കാണാൻ യോഗ്യത്തില്ല. KL ലെവലിൽ പരിക്കാണ്. കളിക്കുമെന്ന് പറഞ്ഞൂടാ. പരിക്കാണെങ്കിൽ പരിക്ക് മാറിയില്ലെങ്കിൽ KL രാഹുലായിരിക്കും. ഇല്ലെങ്കിൽ അഭിമന്യു ഈശ്വരന് സാധ്യതയുണ്ട്. 1 ഡൗൺ ഗില്ലില്ല. ഗില്ലിന് പകരം കോഹ്ലിക്ക് ഇറങ്ങാം. പക്ഷെ കോഹ്ലി ഇറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ജൂറലിനെ കുത്തിക്കയറ്റാൻ സാധ്യതയുണ്ട്. 5 നിറയെ കളിക്കും. 5 നിറയെ കളിക്കും. അതുകൊണ്ട് അവിടെ ഇറക്കൂല. അത് നമുക്ക് തേർഡ് സ്പോട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് മാറ്റി വെച്ചേക്കാം തേർഡ് സ്പോട്ട്. കോഹ്ലി 1 ഡൗൺ ആക്കണ്ട. നമുക്ക് 2 ഡൗൺ തൽക്കാലം കോഹ്ലി ഇരിക്കട്ടെ. നമുക്ക് കാസിന് കൺസിൻ്റെ എടുക്കാം. കോഹ്ലി കഴിഞ്ഞാൽ ഉടനെ പന്ത് വരും. പന്ത് കഴിഞ്ഞാൽ ജൂറൽ വരാം. നിതീഷ് കുമാർ റെഡ്ഡി. ഇപ്പം നമുക്ക് 4 പേരായി. 5 4 പേരായി. പിന്നെ ജഡേജ
ജഡേജ. അശ്വിൻ അശ്വിൻ ഓർ കണ്ടില്ല. സുന്ദർ. സുന്ദർ. 2 സ്പിന്നർ കാണാൻ സാധ്യത കുറവ്. അശ്വിൻ ഓർ ഓർ സുന്ദർ. അശ്വിൻ ഓർ സുന്ദർ. പിന്നെ അടുത്ത് ബുംറയും സിറാജ്. ബുംറ, സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ കൺഫേം ആണ്. പിന്നെ ഉള്ളത് നിതീഷ് റെഡ്ഡിയാണ്. 11-ാമത്. 11 നിതീഷ് റെഡ്ഡി. വേണമെങ്കിൽ ഇറക്കാം. നിതീഷ് റെഡ്ഡി വരെയാണെങ്കിൽ കോഹ്ലി പുറത്ത് മാറ്റി അവിടെ നമുക്ക് നിതീഷ് റെഡ്ഡി കയറ്റാം. ചാൻസ്. 4-ാമത് കോഹ്ലി എന്ന് പറഞ്ഞാൽ മൂന്നാമത് കോഹ്ലി ഇറങ്ങട്ടെ. ആകാശ് അപ്പോഴും 10 പേരല്ലേ ഉള്ളൂ. ഇല്ല, 11. ഒന്നുകൂടി നോക്കുന്നു. ആര് നമ്മുടെ ജയ്സ്വാൾ, ജയ്സ്വാൾ, ഈശ്വരൻ, കോഹ്ലി, പന്ത്. ജുറലി പന്ത് നമ്മൾ പറഞ്ഞു. പന്ത്, ജഡേജ, അശ്വിൻ അല്ലെങ്കിൽ സുന്ദർ, ബുംറ, സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, നിതീഷ് കുമാർ. എല്ലാവരെയും ഇതായിരിക്കും നമ്മുടെ നമുക്ക് ഇഷ്ടം എങ്ങനെയാണ് കേട്ടോ. ഒരു കളിക്ക് വരെ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പ്രോബബിൾ 11 പറയും. പ്രോബിലിറ്റി. ഇതൊക്കെയാണ് നമ്മുടെ പ്രോബിൾ സ്ഥലമാണ്. പ്രോബിൾ സ്ഥലം പ്രോബിൾ 11 ആണ്. നമ്മുടെ കൂടെ കുറച്ച് നമ്മുടെ പോഡ്കാസ്റ്റും കണ്ടിട്ട് ഇവിടെ ലൈവ് ആയിട്ട് നിൽപ്പുണ്ട്. കുറച്ച് കാണിച്ചു തരാം. സർപ്രൈസ് ഒക്കെ കുറേ കാണിച്ചു തരാം. പിന്നെ അവിടെ തട്ടിപ്പുണ്ടോ? നമ്മൾ സൈഡിൽ കാണിച്ചു തരാം. ഇവിടെ അപ്പോഴും ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ ബോർഡർ ഗോസ്കർ ട്രോഫിയുടെ കാര്യത്തിൽ ഇതൊക്കെ നോട്ട് പോസിബിൾ. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ടീമും കാണും, ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയൻ ടീമും കാണും, ഇവിടെ പിച്ചും കാണും. സമാധാനമില്ല. ഇപ്പോൾ നമ്മൾ മൂന്നേലും പറഞ്ഞിട്ട് നമുക്കതിനെ കമ്പൈൻഡ് 11 കൂടി വേണമെങ്കിൽ നമുക്ക് ഇറക്കാം. ഇന്ത്യ ഓസ്ട്രേലിയ കമ്പനി. താഴെ വേൾഡ് 11, ഇവിടെ ഏഷ്യ 11, അതും കൂടെ ഇറക്കി. അല്ല കമ്പൈൻഡ് ഏഷ്യ 11 എങ്ങനെയാണ് ഓസ്ട്രേലിയ വരുന്നത്? ഇത് വേൾഡ് 11 എല്ലാം ഇറക്കാൻ. കമ്പൈൻഡ് സ്ക്രീൻ മൊത്തം 11 ആക്കാം. കമ്പൈൻഡ് കൊണ്ട് നോക്കിയല്ലോ. കമ്പൈൻ കമ്പൈൻഡ് 11 രണ്ടും ഫുൾ സ്കോഡ് ബാക്കി ആൾക്കാർ വന്നില്ലല്ലോ. വന്നിട്ട് പോരെ. അക്കോർഡിംഗ് ടു കമ്പയറിംഗ് അഭിമന്യുവിനെ എന്തായാലും എടുക്കാൻ പറ്റില്ല. ഇല്ല. അപ്പോൾ നമുക്ക് ഹെഡിനെ ജയ്സോളിനെ ഇറക്കാം. ജയ്സ്വാൾ ഫോം ജയ്സോൾ പോകുമ്പോഴല്ല ഹെഡിനെ പകരം അങ്ങനെ നോക്കാം. പക്ഷെ നമ്മളോടുള്ള പ്രതികാരം വെച്ച് നോക്കുമ്പോൾ അപ്പേരോട് എനിക്ക് പറ്റും. നമുക്ക് ഹെഡിനെ ചേർക്കാം. ഹിഡൻ ജയ്സ്വാൾ. ഹെഡ് ജയ്സോൾ. വണ്ടം നോക്കണ്ട കോഹ്ലി, അതെൻ്റെ സ്മിത്ത്, നല്ല ബഷീർ, പന്ത്. പന്ത് എത്ര വരെ? 5 പേര്. പന്ത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ട്. മാർഷ്, ലബുഷേനെ ടീം എടുത്തേ. 5. മാർഷുണ്ട്. ജഡേജ. മാർഷ് ഓസ്ട്രേലിയനാണ് കളിക്കുന്നത്. ജഡേജ ബാറ്റ് ഇത് ഫീൽഡിങ്ങും ബാക്കി സാധനങ്ങളൊക്കെ ഓൾറൗണ്ട് എന്ന നിലയിൽ മാർഷനെ കണ്ടുകൊണ്ട് ജഡേജ നമ്പർ 1 ഓൾറൗണ്ടർ. ബാറ്റ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞു. ജഡേജ, അശ്വിൻ ഓർ സുന്ദർ ഓർ പാറ്റ്. മുൻതൂക്കം കൂടുതൽ. അക്കോർഡിംഗ് ടു ദ പിച്ച്. അതെ, മുൻതൂക്കം. പെണ്ണാക്കാനാണ് ജൂലിയസ് എന്ന് പറയുന്നത്. മുൻതൂക്കം കൂടുതൽ കുറച്ച്. അടുത്തത് ഡയറക്റ്റ് കമ്പയർ ചെയ്യരുത്. ആരൊക്കെ സ്റ്റാർക്കും ബുംറയും. നമുക്കത് മാറ്റാം. നമുക്ക് രണ്ടിനും പിടിച്ച് ടീമിക്കല്ല. ലാസ്റ്റ് വയ്ക്കാം. നമുക്കത് നത്തൻ ലിയോൺ, പ്രസിദ്ധ് കൃഷ്ണ. നത്തൻ ലിയോൺ. അതെ, ഒരു മിനിറ്റ്. ഹേസൽ വുഡ്, മുഹമ്മദ് സിറാജ്. സിറാജിന് കൊടുക്കാം. ഓസ്ട്രേലിയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സിറാജിന് കൊടുക്കാം. എല്ലാവരും ഓസ്ട്രേലിയ കളി ചെയ്ത് ഇന്ത്യക്ക് ടീം ആരെങ്കിലും വേണ്ടി. ഇനിയുള്ള 2 പൊസിഷൻ ഞാൻ എന്ത് യോജിക്കുന്നില്ല. ഹേസൽ വുഡ്. പിന്നെ ഞാൻ എണ്ണം തെറ്റിയിരിക്കും. 9 പേരാണെങ്കിൽ ബുംറയും സിറാജ്. 10 പേരാണെങ്കിൽ ബുംറ. സ്റ്റാർക്ക്. അല്ല, ഇപ്പൊ എണ്ണിയത് 10 പേരായെങ്കിൽ ബുംറ മാത്രം. 9 പേര് മാത്രമാണെങ്കിൽ 2 പേര്. ഒന്നുകൂടെ എണ്ണി. ഹെഡ് ജയ്സ്വാൾ, കോഹ്ലി, പന്ത്, സ്മിത്ത്, അഭിഷേക്. പിന്നെ 6 ആയല്ലോ. എനിക്കറിഞ്ഞൂടാ. ജഡേജ, ബുംറ, ലയൺ, സ്റ്റാർക്ക്. ഹേസൽ വുഡ്. സ്റ്റാർക്ക് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സുന്ദർ പറഞ്ഞു. എവിടെയോ മിസ്സായി. ഇത്ര മതി. എനിക്ക് എണ്ണാൻ വയ്യ. മതി, ഇത് മതി. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇവിടെ ഒക്കെ ഞാൻ കാണിച്ചുതരാം. എനിക്ക് കണ്ടെടുക്കാൻ വന്നോളൂ. അതെ, ഉത്തരേന്ത്യ പോകുന്നതൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത്. മിക്കവാറും എല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. കണ്ടുപോക്കാൻ പെട്ടെന്ന് ഓപ്ഷനിലോട്ട് പോവാം. അടുത്ത ആഴ്ച ഓപ്ഷൻ എന്ത് പറയുന്നു? നല്ല കാര്യം. പഞ്ചാബിന് 110 കോടിയുണ്ട്. അതെ, പക്ഷെ അവന്മാരാരെയും വാങ്ങൂല. 50 കോടിക്ക് പന്തിനെ മേടിക്കും. നമ്മുടെ ബട്ട്ലർ, ട്രിപ്പ് ബോൾട്ട് എല്ലാവരും ഉണ്ട്. ആരെയും വാങ്ങൂല. നോക്കട പന്ത്. നീ മുംബൈ ഫാൻസ് അല്ലേ? നീ മുംബൈയുടെ ഒരു 11 പറഞ്ഞു. ബാക്കി ആരെങ്കിലും മേടിക്കും. ബട്ട്ലർ. ഞാൻ അശ്വിൻ്റെ ഞങ്ങൾ 2 പേരും 6 അശ്വിൻ്റെ ഓപ്ഷൻ കണ്ടായിരുന്നു. മോക്ക് ഓപ്ഷൻ. എൻ്റെ പൊന്നെ കോമഡിയെന്ന് കേട്ടാൽ
അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ ആ മോക്ക് പക്ഷെ നല്ല രസമായിരുന്നു. അതിൽ മുംബൈയുടെ ടേബിൾ ഇരിക്കുന്നവർ ശരിക്കും മുംബൈ മാനേജറിനെ പോലെ തന്നെയായിരുന്നു. ആരെയും വിളിക്കാതെ മിണ്ടാതിരിക്കുന്നു, ആരെയും വിളിക്കാതെ മിണ്ടാതിരിക്കുക. ആരെയിലൊക്കെ 10 കോടി രൂപ വിളിക്കും, പിന്നെ മിണ്ടാതിരിക്കും. നല്ല രസമുള്ള ഇതായിരുന്നു. പിന്നെ നല്ല രസമായിട്ട് സ്റ്റാർക്കിനെ നല്ല സ്ട്രാറ്റജിക് ആയിട്ട് വിളിച്ച്, അത് നല്ല ഓപ്ഷനാണ്. പല വട്ടം ആർഎശ്വിൻ എടുത്തെടുത്ത് പറഞ്ഞു സ്റ്റാർക്കും ബുംറയുമാണ്, സ്റ്റാർക്കും ബുംറയുമാണ്. പക്ഷെ ആരും വേറെ മൈൻഡ് ചെയ്തില്ല. 14 കോടി എന്തോ പോയിട്ട് അത്ര എന്തോ പോയി. നമുക്കത് നടത്തായിരുന്നു ഓപ്ഷൻ. നീ ഫ്രീ ആയിരുന്നെങ്കിൽ അതെ, എന്താ ഓപ്ഷൻ? നമ്മൾ 3 പേര് ആകെ വിളിക്കാൻ ആൾക്കാരെ പുറത്തുനിന്ന് ആളെ ഇറക്കുന്നു. ഞാൻ തന്നെ ഓപ്ഷനായിട്ടിരിക്കാൻ ഇഷ്ടം. എനിക്കതാണ് താല്പര്യം. ഞാൻ ഏറ്റവും നല്ല ആൾക്കാർ SRH കൂടുതലും നീ പഞ്ചാബ് ആവും. പഞ്ചാബ് വരുന്നവന് പോണേ 10 കോടിയുണ്ട്, നീ എല്ലാവരും വിളിച്ചോ. സ്ട്രാറ്റജിക് ആയിരിക്കും. ആർക്ക്? പഞ്ചാബിന് സ്ട്രാറ്റജിക്. ഡൽഹി എടുക്കുന്നവന് പഞ്ചാബ് നീ പറഞ്ഞല്ലേ ആയിരിക്കും 30 കോടിക്ക് പന്തിനെ എടുക്കും. അതിൽ കൂടുതൽ പോകും പന്തൊരിക്കുന്നത്. അതൊക്കെ അതേ പറയാനുള്ളത്. മാക്സിമം. അതൊക്കെ അടുത്ത ആഴ്ച പറയാനുള്ളത്. അപ്പോഴത്തെ ഓപ്ഷൻ നടക്കുമല്ലോ. അതാ ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു സ്ഥലം എവിടെയാണെന്ന് ഗസ് ചെയ്ത് കമന്റ് ഇട്ടു, മാക്സിമം ഇട്ടു. അറിഞ്ഞൂടെങ്കിലും 5-6 കിട്ടും. അറിയെങ്കിൽ അറിഞ്ഞൂടെങ്കിലും കുറച്ച് തിരക്ക് കറക്റ്റ് കണ്ടുപിടിക്കുന്നതിന് സമ്മാനമുണ്ട്. അശ്വിനെ എന്താ സ്പോൺസർ ചെയ്യുന്നത്? ഒരു മിനിറ്റ്. എൻ്റെ പേര് രാഹുൽ. അശ്വിൻ അഖിലേഷ് പേര് പറയാൻ ചെറുതായി. അല്ല ഇതാ അപ്പം ഇനി അഡ്രസ്സ് എൻ്റെ ഈ വീട്ടിൽ നിന്ന് അടിക്കാൻ അഡ്രസ്സും കൂടെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സ്ലാങ് മാറ്റുന്നില്ലേ? നുമ്മ ഒന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങളുടെ ലിങ്കൊക്കെ താഴെ ഉണ്ടാവും. നിങ്ങൾക്ക് നോക്കാതിരിക്കും നിങ്ങൾ ഇഷ്ടം. പക്ഷേ നിങ്ങൾ നോക്കാതിരിക്കും. ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. ചുവന്നതിൽ വെള്ളക്കള്ള ഇതിൽ സാധനം ചെയ്യുക. പിന്നെ അവിടെ ബെല്ലേക്കും കാണും. അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഫോണിലാണത്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് 100K ആയി കഴിഞ്ഞ് ഗിവ് അവേ കാണും. നമ്മൾ പഴയ ടെരിപ്പൊട്ടി ടെന്നീസ് ബോൾ മറ്റേ നമ്മളെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ബോൾ കീറിയ ഗ്ലൗസ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പോഡ്കാസ്റ്റ് ഇത്ര നേരം ലൈവ് കൊണ്ടിരുന്ന ആൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ആണ് നമ്മുടെ പോഡ്കാസ്റ്റ് കൊണ്ടിരുന്ന ആൾ. ഒരു മിയാവ് പറഞ്ഞ മിയാവു അടുത്തോടെ ചിലപ്പോൾ ഓടും. ഹലോ ദേവണി ഹായ് പറഞ്ഞാൽ മതി. മിയാവു. ഓക്കെ, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ സൈനിങ് ഔട്ട്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തീർക്കുകയാണ്. ഇത് കാണാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് ചെയ്യണം. സോ അടുത്ത ആഴ്ച കാണാം. ബൈ.